അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയത്തിൽ. മയക്കുവെടിയേറ്റ അരിക്കൊമ്പൻ മയങ്ങി. കുങ്കിയാനകളുടെ നിയന്ത്രണത്തിലാണ് അരിക്കൊമ്പൻ നിലവിൽ. വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ഇടുക്കിയിൽ നിന്നും ചേരുന്നു. ബിനീഷ്, ഏകദേശം 3ഓളം മയക്കുവെടി ഉതിർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുങ്കിയാനകൾ അരിക്കൊമ്പനെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് കാര്യങ്ങൾ? എപ്പോഴാണ് ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതടക്കമുള്ള നടപടികൾ? ഭദ്ര, അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ദൗത്യം വിജയത്തിലേക്ക് പോകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് വനവകുപ്പുള്ളത്. കാരണം ആദ്യത്തെ മയക്കുവെടി വെച്ച ശേഷം അരമണിക്കൂറിന് ശേഷമാണ് അരമണിക്കൂർ ഇതിനെ നിരീക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് അരമണിക്കൂറിന് ശേഷം അടുത്ത മയക്കുവെടി തീർക്കുകയായിരുന്നു. ഏതായാലും അരിക്കൊമ്പൻ പൂർണ്ണമായി മയങ്ങി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അരിക്കൊമ്പൻ അവിടെ നിന്ന് ആന തറയിലേക്ക് പ്രവേശിച്ചിരുന്നു. തുടർന്ന് കുംകിയാനകളെ 100 മീറ്റർ അപ്പുറത്തിരുന്ന കുംകിയാനകളെ സ്ഥലത്തെത്തിച്ച ഈ കുംകിയാനകൾ ഇതിനെ വളം വയ്ക്കുകയായിരുന്നു. എന്നാൽ അരിക്കൊമ്പൻ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഒരു റോഡിന്, ഏതായാലും ഈ സിമന്റ് പാലത്തേക്ക് പോകുന്ന റോഡിന് കടന്നു കഴിഞ്ഞാലും ഇതൊരു പ്രശ്നത്തിലേക്ക് എത്താമെന്ന ഒരു നിഗമനം തന്നെയാണ് ഉള്ളത്. കാരണം അരിക്കൊമ്പൻ കഴിഞ്ഞ 2017 സമാനമായ ഒരു 7 മയക്കുവെടി ഉതിർത്തെങ്കിലും അന്ന് അരിക്കൊമ്പൻ രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും ഇന്ന് ഈ രണ്ടാമത്തെ മയക്കുവെടി ഉതിർത്ത ശേഷം ഈ അരിക്കൊമ്പൻ പൂർണ്ണമായി മയങ്ങി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ചെവിയെല്ലാം മാറ്റുന്നുണ്ട്, തുമ്പിക്ക് അനക്കുന്നുണ്ട്. അരിക്കൊമ്പൻ സാധാരണ ഒരു ഗതിയിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ സിമന്റ് പാലത്തിലേക്ക് പോകുന്ന റോഡിന് സമീപമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ വനവകുപ്പിന്റെ വാച്ചർമാർ, ഉദ്യോഗസ്ഥലങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ അരുൺ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ അരിക്കൊമ്പൻ നിൽക്കുന്ന പല മേഖലകളായി നിന്ന് കൃത്യമായി ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു മയക്കത്തിൽ എത്തിയ ശേഷമായിരിക്കും ഇതിന്റെ കാലുകൾ ബന്ധിച്ച് കുംകിയാനകളുടെ സഹായത്തോടെ ഈ വാഹനത്തിൽ അടുത്തേക്ക് എത്തിക്കുക. അത് ഏതായാലും കൃത്യമായി നിരീക്ഷിച്ച ശേഷമായിരിക്കും ഇതിനെ കുംകിയാനകളെ അടുത്തെത്തിച്ച് ബന്ധനമുള്ള നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. ഏതായാലും ഇപ്പൊ കുംകിയാനകൾ കൃത്യമായി തന്നെ ഈ അരിക്കൊമ്പന്റെ 4 ഭാഗത്തുമായി ഏതായാലും തൊട്ടടുത്ത് തന്നെ കുംകിയാനകൾ ഈ അരിക്കൊമ്പനെ നടുക്ക് നിർത്തി ഈ 4 വശത്തുമായി കുംകിയാനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയം ശേഷം നിരീക്ഷണം ശക്തമാക്കി കൃത്യമായി ഇവൻ മയങ്ങി തുടങ്ങിയതിൽ തന്നെ കുംകിയാനകൾ അടുത്തെത്തിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പോകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുക. ഏതായാലും കൃത്യമായുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് വനവകുപ്പ് വാച്ചർമാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ അരിക്കൊമ്പന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൃത്യമായി ഇവരെ നിരീക്ഷിക്കുന്നുണ്ടോ, ഈ ഡോസ് ഇനിയും തികഞ്ഞില്ലെങ്കിൽ അടുത്ത ഡോസ് കൊടുക്കുമോ എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും അരിക്കൊമ്പൻ സാധാരണഗതിയിലേക്ക് നിൽക്കുന്നത് എന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. സാധാരണ കാതും ചെവിയെല്ലാം ആട്ടി, തുമ്പിക്കയെല്ലാം ആട്ടി അവനൊരു സാധാരണഗതിയിൽ ചെറുതായിട്ട് തന്നെയാണ് നടക്കുന്നത്. ആ അത്തരത്തിൽ ഒരു സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ മയങ്ങി എന്നൊരു നിഗമനത്തിൽ വനവകുപ്പിനെ എത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും അല്പസമയത്തിനകം ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വനവകുപ്പ്. എല്ലാ വാഹനം അരിക്കൊമ്പനെ അത്തരത്തിൽ മങ്ങിയാൽ തന്നെ ആ അരിക്കൊമ്പന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി കിട്ടാൻ തന്നെ യന്ത്രങ്ങളുടെ സഹായം വേണം. ആ യന്ത്ര സഹായങ്ങളെല്ലാം തന്നെ സമീപത്ത് എത്തിച്ചിട്ടുണ്ട്. അരിക്കൊമ്പനെ കയറ്റിക്കൊണ്ടു പോകുന്ന ലോറി സജ്ജമാണ്. ഇതെല്ലാം തന്നെ സജ്ജമാക്കി ഇപ്പോൾ ഈ റോഡിനരികിൽ തന്നെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അരിക്കൊമ്പൻ ദൗത്യം കൃത്യമായി ഈ കുംകിയാനികൾ അരിക്കൊമ്പൻ മയങ്ങിക്കഴിഞ്ഞാൽ കുംകിയാനികളുടെ സഹായത്തോടെ ഇവനെ റോഡിലെത്തിച്ച് വാഹനത്തിൽ കയറ്റാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വനവകുപ്പ് ഉള്ളത്. ഭദ്ര, അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയത്തിൽ. മയക്കുവെടിയേറ്റ അരിക്കൊമ്പൻ ഇപ്പോൾ കുങ്കിയാനകളുടെയും അതുപോലെ തന്നെ ദൗത്യ സംഘത്തിന്റെയും നിയന്ത്രണത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യ സംഘം ഇപ്പോൾ ഉള്ളത്. അതേസമയം ആനയെ കൊണ്ടുപോകാനുള്ള ലോറിയും അതുപോലെ തന്നെ ആനയെ തണുപ്പിക്കാനുള്ള വെള്ളവും എല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ആനയുടെ കണ്ണ് കെട്ടിയിട്ടായിരിക്കും കൊണ്ടുപോവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി.